നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് എം വി ജയരാജൻ. ആരോപണം കോൺഗ്രസ് കൂട്ടത്തോടെ ബിജെപിയിൽ പോകുന്ന മറച്ചുവെക്കാനുള്ള ശ്രമം. ബിജെപി അന്തർധാര സുധാകരനുമായെന്നും എം വി ജയരാജൻ. മുഖ്യമന്ത്രിക്ക് ജാവ്ദേക്കറുമായി ബന്ധമുണ്ട് എന്ന് കെ സുധാകരൻ. കണ്ടുമുട്ടിയ പൊതുപരിപാടി ഏതെന്ന് മാത്രം പറഞ്ഞാൽ മതി, ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും കെ സുധാകരൻ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം. കണ്ണൂർ ഉൾപ്പെടെ 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇപിയുടെ പ്രസ്താവന LDFനെ തെരഞ്ഞെടുപ്പിൽ ബാധിച്ചുവെന്ന് കരുതുന്നില്ലെന്ന് എം വി ജയരാജൻ. കോൺഗ്രസ് കൂട്ടത്തോടെ ബിജെപിയിൽ പോകുന്നത് മറക്കാനുള്ള പച്ച നുണ മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണം. വിഷയത്തിലെ പാർട്ടി നയം മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ല, അത് സംബന്ധിച്ച് CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ BJP പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇപിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. അല്ല, അത് CPIM PB അംഗം കൂടിയായ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച പാർട്ടി നയം. അതിനപ്പുറം വേറൊന്നും പറയാനില്ല. അതിലെ നയം വളരെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതിലുള്ള നയം. ആളുകളെ കാണുന്നതോ കാണാതിരിക്കുന്നതോ എന്നതല്ല, അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, അത് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു അതിലുള്ള പാർട്ടി നയം. പാർട്ടിയുടെ നയവും നിലപാടുമാണ് PB അംഗം കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അത് വ്യക്തതയോടുകൂടി ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ BJP പ്രവേശനവുമായി EP വിഷയത്തെ താരതമ്യം ചെയ്യേണ്ടതില്ല. ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയും സുധാകരനും തമ്മിൽ അന്തർധാരയുണ്ട്. BJP കോൺഗ്രസ് അന്തർധാര വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്നും എം വി ജയരാജൻ പറഞ്ഞു. വിഷയത്തിൽ പാർട്ടി നയം മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. നന്ദകുമാർ ഫ്രോഡാണെന്നത് ആർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റ് അടവുകളെല്ലാം പൊളിഞ്ഞതോടെ UDF ഇലക്ഷന് തലേന്ന് നടത്തിയ പാഴ്ശ്രമം മാത്രമാണ് ഇപ്പോൾ നടത്തിയ EP വിഷയം. കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട നയമാണ് മുഖ്യമന്ത്രി ഈ അവസരത്തിൽ വ്യക്തമാക്കിയത് എന്നും എം വി ജയരാജൻ പറഞ്ഞു. LDF വോട്ടുകൾ പോൾ ചെയ്യിക്കാനായെന്ന ആത്മവിശ്വാസം തനിക്കുണ്ട്. കണ്ണൂരിൽ LDF വിജയിക്കുമെന്നും LDF സ്ഥാനാർത്ഥി എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. തലശ്ശേരിയിൽ കൽത്തൂൺ ഇളകി ദേഹത്ത് വീണ് 14-കാരന് ദാരുണാന്ത്യം. പാറാൽ അച്ചുകുളങ്ങര ശ്രീനാരായണ മഠത്തിന് സമീപം ഓജസിൽ KP ശ്രീനികേതാണ് മരിച്ചത്. തിരുവങ്ങാട് വലിയ മാടാവിൽ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ശ്രീനികേത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ മാടപ്പീടികയിലെ തറവാട്ട് വീട്ടിൽ വെച്ചായിരുന്നു അപകടം. ഗുരുതരമായ നിലയിൽ പരിക്കേറ്റ ശ്രീനികേതനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പാലയാട് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ മഹേഷിന്റെയും വലിയ മാടാവിൽ സ്കൂൾ അധ്യാപിക സുനിലയുടെയും മകനാണ്. സെന്റ് ജോസഫ് +2 വിദ്യാർത്ഥിനി ലക്ഷ്മി നന്ദ ഏക സഹോദരിയാണ്. മൃതദേഹം രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വലിയ മാടാവ് സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം കണ്ടിങ്കൽ നിദ്രാതീരം വാതക ശ്മശാനത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. 2019 കോവിഡ് മഹാമാരിക്കാലത്ത് ചിത്രകലാ അധ്യാപകനായ M ദാമോദരൻ വരച്ച 3000-ലധികം ചിത്രങ്ങളുടെ പ്രദർശനം ഏപ്രിൽ 29-ന് കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടക്കും. ദി കമ്മ്യൂൺ ആർട്ട് ഹബ് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം തുറമുഖം മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആ കോവിഡ് കാലത്തെ അനുഭവങ്ങളെല്ലാം പല നിരയിൽ ചിത്രങ്ങളായി വരികയാണ്. കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയിട്ടുള്ള എക്കാലത്തേക്കും സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധി മേഖലകളിലെ ചിത്രങ്ങളാണ് മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രങ്ങൾ കണ്ടപ്പോൾ പലർക്കും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ സംസാരിച്ചപ്പോൾ. അപ്പോൾ അത് ശ്രദ്ധേയമായ രീതിയിൽ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യവുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രദർശനം സംഘടിപ്പിക്കുന്നതിന് മുമ്പേ ടാലൻറ്റ് ദേശീയ റെക്കോർഡ് അറ്റംപ്റ്റ് എന്ന നിലയിലൊരു പരിപാടിയായിട്ടാണ് കണ്ണൂരിൽ ചിത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ വിവിധ നിലയിൽ വരച്ച ചിത്രങ്ങളാണ്. പെൻസിൽ ഡ്രോയിങ് ഓൺലൈനിലായിട്ട് ആ സമയത്ത് നമുക്ക് നേരിട്ട് ക്ലാസ്സുകൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഓൺലൈനിലാണ് മാസ്റ്റർ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. ഓൺലൈൻ പഠനം രീതിയാണ് ഉണ്ടായത്. ഡ്രോയിങ്, ഓയിൽ
പെസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഏറെയുള്ളത്. ഇപ്പോൾ 3000 ചിത്രങ്ങൾ ഒന്നിച്ച് സൂക്ഷിച്ചു വെക്കുക എന്നത് സാധാരണ സാധിക്കാത്തൊരു കാര്യമാണ്. അത് വലിയ ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിട്ടാണ് ചിത്രകാരന്മാരൊക്കെ കാണുന്നത്. ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ളതും കാണാനുള്ളതും അത് കൂടുതൽ ആസ്വാദികരമായ നിലയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാഷി ഏറ്റെടുത്തത്. മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ ദേശീയ റെക്കോർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയാണ് ഏകദിന പ്രദർശനം സംഘടിപ്പിക്കുന്നത്. ഒരു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന ചിത്ര പ്രദർശനം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഗിന്നസ് ബുക്ക് ജേതാവ് സത്താർ അദൂർ, ടാലന്റ് ഒഫീഷ്യൽസായ രക്ഷിത ജെയിൻ രാജസ്ഥാൻ, ഡോക്ടർ ബിന്നർ ഷെരീഫ് എന്നിവർ നിരീക്ഷകരായി പങ്കെടുക്കും. 2019 കോവിഡ് സമയത്ത് ചിത്രകലാ അധ്യാപകനായ എം ദാമോദരൻ ആഗോളതലത്തിൽ കുട്ടികൾക്കായി ഓൺലൈൻ പെൻസിൽ ഡ്രോയിങ്, ഓയിൽ പോസ്റ്റൽ, ക്രയോൺസ്, വാട്ടർ കളർ പെയിന്റിംഗ് തുടങ്ങിയവയിൽ നിരവധി ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. അതിനായി വരച്ച ചിത്രങ്ങളുടെ പ്രദർശനമാണ് നടക്കുന്നത്. കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ ABN ജോസഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ കേണൽ സുരേഷ്, വർഗീസ് കളത്തിൽ, വിനോദ് പയ്യന്നൂർ, എം ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി വാർത്തയിൽ ഒരിടവേള. ഇടവേളയ്ക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. EP-യുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് MV ജയരാജൻ. ആരോപണം കോൺഗ്രസ് കൂട്ടത്തോടെ BJP-യിൽ പോകുന്ന മറച്ചുവെക്കാനുള്ള ശ്രമം. BJP അന്തർധാര സുധാകരനുമായെന്നും MV ജയരാജൻ. മുഖ്യമന്ത്രിക്ക് ജാവ്ദേക്കറുമായി ബന്ധമുണ്ട് എന്ന് K സുധാകരൻ. കണ്ടുമുട്ടിയ പൊതുപരിപാടി ഏതെന്ന് മാത്രം പറഞ്ഞാൽ മതി, ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും K സുധാകരൻ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം. കണ്ണൂർ ഉൾപ്പെടെ 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITD-യിൽ SSLC+2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ്. കോസ്മെറ്റോളജി രംഗത്ത് ഏറ്റവും മികവുറ്റ കോഴ്സുകളുമായി GITD 17ാം വർഷത്തിലേക്ക്. 100% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിംഗ്, ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം, പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനർ ഷോ GITD-യുടെ മാത്രം പ്രത്യേകതയാണ്. GITD വനിതകളുടെ വിജയത്തിന്റെ വഴികാട്ടി. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. റമദാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു ഹാർമണി ഫിയസ്റ്റ ബിഗ് സെയിൽ. എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, മൈക്രോവേവ് ഓവൻ തുടങ്ങി ഗൃഹോപകരണങ്ങൾ സൗജന്യമായി. ഒപ്പം ഗിഫ്റ്റ് വൗച്ചറുകളും സ്വർണ്ണ നാണയങ്ങളും. വർണ്ണവിസ്മയങ്ങളുമായി ഇമ്മാനുവൽ ഒരുക്കുന്നു സവിശേഷമായ റംസാൻ കളക്ഷൻസ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കുടുംബസമേതം. കിഡ്സ് കളക്ഷനിലെ ന്യൂ ട്രെൻഡുകളുമായി കിഡ്സ് വെയർ സെക്ഷൻ.
വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ വൈവിധ്യങ്ങൾ. വരൂ, നേടൂ വൻ വിലക്കുറവിനൊപ്പം കൈ നിറയെ സമ്മാനങ്ങളും. ഇമ്മാനുവൽ സിൽക്സ്, ന്യൂ ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. മെഗാ മാൾ കാഞ്ഞങ്ങാട്, റിയാദ് മാൾ പയ്യന്നൂർ, മെയിൻ റോഡ് ഇരട്ടി, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. വാർത്തയിലേക്ക്. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലെ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് UDFന്റെ വിജയത്തെ ബാധിക്കില്ലെന്ന് സുധാകരൻ. 2019 അപേക്ഷിച്ച് 7% കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇത് മുന്നണിക്കുള്ളിൽ പ്രതീക്ഷയ്ക്ക് ഒരു കുറവും വരുത്തുന്നില്ല എന്നും സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് പ്രതീക്ഷക്കൊന്നും ഒരു കുറവുമില്ല. പോളിംഗ് പെർസെൻറ്റേജ് കുറച്ച് കുറവുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ UDFന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നമ്മൾക്ക് അനുഭവവേദ്യമായത് അങ്ങനെയാണ്. എന്തായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കണ്ണൂരിലുണ്ടാവും ഭൂരിപക്ഷം, കേരളത്തിലുണ്ടാവും ഭൂരിപക്ഷം. കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷം പ്രാവശ്യവും കണ്ണൂരിലേക്ക് കിട്ടുമോ? ഏതാണ്ട് അതിന് ആ ലെവലിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ പാതിര വരെ ഒത്തിരിക്കുകയല്ലേ അവിടെ. ഇത്രയേറെ ഇങ്ങനെ ഒരു വോട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ എത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ, ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ മിറർ പത്രവും ലയൺസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ മാവറിക്സും സംയുക്തമായി കണ്ണൂർ ടൗൺ സ്ക്വയറിൽ മെയ് 3, 4, 5 തീയതികളിൽ ഹിന്ദുസ്ഥാനി കർണാട്ടിക് സംഗീതോത്സവം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രമുഖ ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് റഫീഖ് ഖാൻ ഉൾപ്പെടെയുള്ള സംഗീതജ്ഞർ കച്ചേരി അവതരിപ്പിക്കും. മെയ് 3 തുടങ്ങുന്ന ആദ്യ ദിവസം എസ് ഗോപികൃഷ്ണവർമ്മയുടെ സംഗീത കച്ചേരിയോടുകൂടിയാണ് തുടക്കമാവുക. ആ ദിവസം തന്നെ കണ്ണൂരിലെ പ്രശസ്ത സംഗീതജ്ഞരായ രമ ടീച്ചർ, ഗോപി മാസ്റ്റർ അഴീക്കോട്, ശകുന്തള ടീച്ചർ കണ്ണൂർ, പ്രഭാകരൻ മാസ്റ്റർ തയ്യിൽ, പ്രശസ്ത തബലിസ്റ്റ് ഹാരിസ് ബായി, വസന്തൻ അഞ്ചരക്കണ്ടി, KP ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെയാണ് ആദരിക്കുന്നത്. മെയ് 4 വൈകുന്നേരം 6 മണിക്ക് ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി, രാത്രി 8 ഉസ്താദ് റഫീഖ് ഖാൻ്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരിയും ആണ് രണ്ടാമത്തെ ദിവസം. മെയ് 5 വൈകുന്നേരം 6 മണിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും അലുമിനി ഗ്രൂപ്പും ചേർന്ന് ഗണരാഗ പഞ്ചരത്ന കീർത്തനങ്ങൾ അവതരിപ്പിക്കും. അന്ന് തന്നെ മൃണാളിനി മനോജിൻ്റെ സിത്താർ കച്ചേരിയാണ് നടക്കുന്നത്. ചടങ്ങിൽ ആദ്യകാല സംഗീതജ്ഞരായ രമ ടീച്ചർ കണ്ണൂർ, ഗോപി മാസ്റ്റർ അഴീക്കോട്, ശകുന്തള ടീച്ചർ കണ്ണൂർ, പ്രഭാകരൻ മാസ്റ്റർ തയ്യിൽ, ഹാരിസ് ബായി, വസന്തൻ അഞ്ചരക്കണ്ടി, KP ചിത്ര ടീച്ചർ ചിറക്കൽ എന്നിവരെ ആദരിക്കും. മെയ് 3 ഗോപികൃഷ്ണൻ എസ് വർമ്മയുടെ സംഗീത കച്ചേരി നടക്കും. മെയ് 4 വൈകിട്ട് 6 ശ്രുതി വിനീഷ് അവതരിപ്പിക്കുന്ന പുല്ലാങ്കുഴൽ കച്ചേരി, രാത്രി 8 ഉസ്താദ് റഫീഖ് ഖാന്റെ ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി എന്നിവയും ഉണ്ടാകും. മെയ് 5 വൈകിട്ട് 6 കണ്ണൂർ യൂണിവേഴ്സിറ്റി സംഗീത വിഭാഗം വിദ്യാർത്ഥികളും അലുമിനി ഗ്രൂപ്പും ചേർന്ന് പഞ്ചരത്ന കൃതികൾ അവതരിപ്പിക്കും. തുടർന്ന് മൃണാളിനി മനോജ് സിത്താർ കച്ചേരി അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ മിറർ മാനേജിംഗ് എഡിറ്റർ T മിലേഷ് കുമാർ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് KV ദിവാകരൻ, മനോജ് ശില്പി, സുമ സുമേഷ് വർമ്മ, VV ജയരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജാവ്ദേക്കറെ കണ്ടുവെന്ന് മുഖ്യമന്ത്രിയും സമ്മതിച്ചതായി K സുധാകരൻ. എവിടെയാണ് കണ്ടുമുട്ടിയതെന്ന് ഇനി പറയണം. ആരും അറിയാത്ത ജാവ്ദേക്കർ പങ്കെടുത്ത പൊതുപരിപാടി ഏതാണ് എന്നും വ്യക്തമാക്കണം. പിണറായി സത്യം പറയണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. അതാണ് പിണറായി വിജയൻ. ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മ വേണം. അദ്ദേഹവും ജാവേദ്കറും തമ്മിൽ എന്തിനാ കണ്ടുമുട്ടിയത്, എവിടെയാ കണ്ടുമുട്ടിയത്? അദ്ദേഹം പറയുന്നു പൊതുപരിപാടിയിലാണ്. ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത്? ഇല്ല. അപ്പൊ ജാവേദ്കറെ കാണുകയും ചെയ്തു, കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു.
അതൊരു കളവ്, കാരണം പറഞ്ഞ ഒരു കളവ്, ഒരു പൊതുപരിപാടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കർ പോലുള്ള ഒരു BJPയുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിൽ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? അതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് പറയണം, സത്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം. എന്നിട്ട് എന്തുകൊണ്ട് കണ്ടു എന്നുള്ളത് പറയണം. ഇതൊക്കെ ഒരു അന്തർധാരയാണ് രാഷ്ട്രീയത്തിൽ. സ്വന്തം മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കാൻ BJPയുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്ന് മുഖ്യമന്ത്രി കളവ് പറയുന്നതാണ്. ആരും അറിയാതെ രഹസ്യമായി നടത്തിയ പരിപാടിയായിരുന്നു അത് എങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ് എന്നും സുധാകരൻ ചോദിച്ചു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് ജാവ്ദേക്കറുമായി ബന്ധമുണ്ട്. അത് ഇതോടുകൂടി വ്യക്തമായി. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ യാഥാർത്ഥ്യം പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു അന്തർധാരയാണ്. മകളുടെയും കുടുംബത്തിന്റെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് BJPയുടെ സഹായം ആവശ്യമുണ്ടെന്ന് പിണറായിക്ക് അറിയാമെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീണ്ടും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള തീരത്ത് കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മുന്നറിയിപ്പ് തീരവാസികൾക്ക് നൽകിയിട്ടുണ്ട്. കേരള തമിഴ്നാട് തീരങ്ങളിലാണ് പ്രതിഭാസം ഭീഷണിയാവാൻ സാധ്യതയെന്ന് അറിയിപ്പിൽ ഉള്ളത്. ഈ സാഹചര്യത്തിൽ കേരള തീരത്തിൽ അടക്കം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്തും തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടൽ ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ സാഹചര്യത്തിൽ കേരള തീരത്തും തെക്കൻ തമിഴ്നാട്, വടക്കൻ തമിഴ്നാട് തീരങ്ങളിലും നാളെ പുലർച്ചെ 2:30 മുതൽ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് എന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പറയുന്നത്. കടൽക്ഷോഭം രൂക്ഷമാവാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്ന മുന്നറിയിപ്പും തീരദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ചൂട് കൂടും. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ ഉൾപ്പെടെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും താപനില ഉയരുമെന്ന് മുന്നറിയിപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിൻ്റെയും താപനില ഉയരും എന്ന മുന്നറിയിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്നലെ പാലക്കാട് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരുന്നു. റെക്കോർഡ് ചൂടാണ് രേഖപ്പെടുത്തിയത്. 41.4 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. ഉഷ്ണതരംഗം അതീവ ജാഗ്രത വേണ്ട സാഹചര്യമാണ്. പൊതുജനങ്ങളും ഭരണ സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണം. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം മരണത്തിലേക്ക് വരെ നയിച്ചേക്കാം. അതേസമയം 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, കോഴിക്കോട്, കണ്ണൂർ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഈ മാസം 30 വരെയാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണ്ണ വെള്ളി നിരക്ക്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇപിയുടെ പ്രസ്താവന തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ബാധിച്ചിട്ടില്ലെന്ന് MP ജയരാജൻ.
ആരോപണം കോൺഗ്രസ് കൂട്ടത്തോടെ BJP-യിൽ പോകുന്ന മറച്ചുവെക്കാനുള്ള ശ്രമം. BJP അന്തർധാര സുധാകരനുമായെന്നും MV ജയരാജൻ. മുഖ്യമന്ത്രിക്ക് ജാവ്ദേക്കറുമായി ബന്ധമുണ്ട് എന്ന് K. സുധാകരൻ. കണ്ടുമുട്ടിയ പൊതുപരിപാടി ഏതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ടെന്നും K. സുധാകരൻ. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം. കണ്ണൂർ ഉൾപ്പെടെ 11 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. അതീവ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.